വേൾഡ് കപ്പും സ്പോർട്സും ഇതൊക്കെ കാണാനും അറിയാനും അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടല്ലേ. നമ്മുടെ ഹബീബിനെ അറിയാൻ മാത്രം അവസരമുണ്ടാകുമ്പോഴേക്കും അത് ദീനിന്ന് പുറത്ത്, അത് ഇസ്ലാമിൽ പാടില്ലാത്തത് എന്ന് പറയുന്നതിൻ്റെ അനൗചിത്യം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ജുമുഅക്ക് 2 ബാങ്കില്ല. അതാര് കൊണ്ടുവന്നതാ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ആദ്യ ബാങ്ക് വിളിക്കും, ജുമുഅന്റെ മുമ്പ് ഇമാം മിമ്പറിൽ കയറുന്ന സമയം ജുമുഅയുടെ വഖത്തിന്റെ ബാങ്ക് കൊടുക്കും. എന്തിനെന്നറിയോ? അന്നത്തെ ആളുകൾ ജുമുഅക്ക് വരാൻ ഒരൽപ്പം താമസിക്കുന്നു എന്ന് മഹാൻ മനസ്സിലാക്കിയപ്പോൾ സ്വഹാബത്ത് ആരെങ്കിലും പറഞ്ഞോ തങ്ങളില്ലാത്ത കാലത്തുള്ള പരിപാടി വേണോ? ചോദിച്ചില്ല. എന്തുകൊണ്ട്? അതാണ് ഫിഖ് എന്ന് പറഞ്ഞാൽ. ഫിഖ് എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചത് വായിക്കലല്ല. ഫിഖ് എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിന്റെ അനിവാര്യതയെ മനസ്സിലാക്കലാണ്. അതാണ് പണ്ഡിത ദൗത്യം. ഇന്ന് ഹബീബിനെ മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കണ്ടേ? അടുത്തൊരു തലമുറക്ക് ഹബ്ബുണ്ടാവോ? പുണ്യനബി ആരാണെന്നറിയാൻ ഈ റബീഉൽ അവ്വലിന്റെ ഈ ഒരു മൗസിമല്ല നമുക്ക് അവസരമുണ്ടോ? ഹബീബിനെ വേണ്ടി നമ്മൾ അവിടുത്തെ അപദാനങ്ങൾ വാഴ്ത്തുകയും അവിടുത്തെ പുകഴ്ത്തി പറയുകയും സ്വലാത്ത് ചൊല്ലുകയും മൗലിദ് പാരായണം ചെയ്യുകയും നമ്മുടെ മക്കൾ പ്രസംഗിക്കുകയും പാട്ടുപാടുകയും ഇതൊക്കെ ചെയ്യുമ്പോൾ അത് ഹബ്ബല്ലേ? അത് വേണ്ട എന്ന് പറയാൻ ആർക്കാണ് ധൈര്യം ഉണ്ടാവുക? നമ്മുടെ ജില്ലാ സമ്മേളനങ്ങൾക്ക് തെളിവ് വേണ്ട, നമ്മുടെ സ്ഥാപനങ്ങളുടെ വാർഷികങ്ങൾക്ക് തെളിവ് വേണ്ട. പോട്ടെ, റമളാൻ